UDF വ്യക്തമായ ഭൂരിപക്ഷം നേടിയ കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി മുസ്ലിം ലീഗിലെ ഷീബ പാട്ടത്തൊടി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. വൈസ് പ്രസിഡന്റായി കോൺഗ്രസിലെ പി രാധാകൃഷ്ണനെയും തിരഞ്ഞെടുത്തു. ഭരണാധികാരി മണികണ്ഠന്റെ നേതൃത്വത്തിലാണ് തിരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയായത്. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ഷീബ പാട്ടത്തൊടി എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും 20 അംഗങ്ങളുള്ള കരിമ്പുഴ പഞ്ചായത്തിൽ 14 വോട്ടുകൾ നേടിയാണ് ഷീബ പാട്ടത്തൊടി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വിജയിച്ചത്. എളുമ്പുലാശ്ശേരി വാർഡിൽ നിന്നുള്ള പി രാധാകൃഷ്ണൻ ഷീബയുടെ പേര് നിർദ്ദേശിക്കുകയും അമ്പലപ്പാടം വാർഡംഗം എൻ ഹംസ പിന്താങ്ങുകയും ചെയ്തു. LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച CPM-ലെ ടി ഷീജയ്ക്ക് 4 വോട്ടുകൾ ലഭിച്ചു. 2 അംഗങ്ങളുള്ള BJP തിരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. ഉച്ചയ്ക്ക് ശേഷം നടന്ന വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ 14 വോട്ടുകൾ നേടിയാണ് കോൺഗ്രസിലെ പി രാധാകൃഷ്ണൻ വിജയിച്ചത്. എൻ ഹംസ നിർദ്ദേശിച്ച രാധാകൃഷ്ണനെ M ചന്ദ്രമോഹനൻ പിന്താങ്ങി. വനിതാ സംവരണമായ പ്രസിഡന്റ് പദവിയിലേക്ക് 2ാം തവണയാണ് ഷീബ പാട്ടത്തൊടി നിയോഗിക്കപ്പെടുന്നത്. 2015 മുതൽ 2019 വരെ കരിമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ഇവർ 2020 മുതൽ 2025 വരെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ട്. നിലവിൽ വനിതാ ലീഗ് പാലക്കാട് ജില്ലാ വൈസ് പ്രസിഡന്റ് കൂടിയാണ് ഷീബ. വികസന തുടർച്ചയ്ക്കും ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കും മുൻഗണന നൽകുന്ന ഭരണമായിരിക്കും കരിമ്പുഴയിൽ ഉണ്ടാവുകയെന്ന് പുതിയ ഭരണസമിതി അറിയിച്ചു. സത്യപ്രതിജ്ഞ ചടങ്ങിനു ശേഷം UDF പ്രവർത്തകർ പഞ്ചായത്ത് പരിസരത്ത് ആഹ്ലാദ പ്രകടനം നടത്തി. CCN കടമ്പഴിപ്പുറം.